വൈദ്യുതി പ്രതിസന്ധിയിൽ KSEBയെ കുറ്റപ്പെടുത്തി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. പ്രതിസന്ധി നേരിടാൻ സ്വീകരിക്കുന്ന നടപടികൾ ശരിയാകുന്നില്ലെന്ന് കമ്മീഷൻ. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ അപേക്ഷ പരിഗണിക്കവെയാണ് വിമർശനം. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, വിവരങ്ങൾ. അമൽ, ഈ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയുമായി KSEB റെഗുലേറ്ററി കമ്മീഷന് മുന്നിലെത്തുമ്പോഴാണ് KSEBക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട വിമർശനം ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് പരിഹരിക്കുന്നതിൽ ഈ KSEBയുടെ ഇടപെടൽ പരാജയമായിരുന്നു എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ ഈ സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിൽ കുറവ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വൈദ്യുതി നിയന്ത്രണം KSEB കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 1700 മെഗാവാട്ട് നമുക്ക് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്നും 1701 മെഗാവാട്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തിൽ നിന്നും 612 മെഗാവാട്ട് നമുക്ക് ദീർഘകാല കരാറടിസ്ഥാനത്തിലും ലഭിക്കുമ്പോഴും 900 മെഗാവാട്ടിന്റെ കുറവ് സംസ്ഥാനത്ത് വൈദ്യുതിയിലുണ്ട് എന്ന് കാണിച്ചാണ് അന്ന് KSEB സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതുകൂടാതെ നമ്മുടെ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവ് കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ജൂൺ 16 മുതൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽക്കാലത്ത് നമ്മൾ പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ വൈദ്യുതി വായ്പാടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. തിരിച്ച വൈദ്യുതി മടക്കി നൽകേണ്ടത് ജൂൺ 16 മുതലാണ്. അങ്ങനെ മടക്കി നൽകേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ മഴയുടെ കുറവ് കാരണം നമുക്ക് ഈ പറയുന്ന വൈദ്യുതി ഉൽപ്പാദനത്തിൽ കുറവ് വരുന്നു. ഈ സാഹചര്യത്തിലൊക്കെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കാട്ടിയാണ് KSEB സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ട് എന്ന കാരണം പറഞ്ഞ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നടപടിയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ വിമർശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി ഇടപെടുന്നതിലും അത് പരിഹരിക്കുന്നതും KSEBക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ സമർപ്പിച്ച ശേഷം ഈ അപേക്ഷയുമായി വന്നാൽ മതി എന്നാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ KSEBയോട് അറിയിച്ചിരിക്കുന്നത്. ഈ അപേക്ഷ ഏതായാലും തിങ്കളാഴ്ചയാകും ഇനി റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കുക. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.